നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 1 ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി അടച്ചിട്ടത്. തൃശൂർ പൂരത്തിലെ ഇളഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യം അറിയിച്ച മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ആദ്യമായാണ് മേളക്കാരിൽ ഒരാൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇടം പിടിക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ആഞ്ഞടിച്ച് മലബാറിലെ പ്രമുഖമായ ആഗ്മി ഫുട്ബോൾ ക്ലബ് ഭാരവാഹികൾ. തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളാമെന്ന് കരുതി ഇനി വരുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഡിഫൻലി ഏബിൾ പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കര ശക്തിനഗർ റവളനാഥ അമ്മനവറും മഹിഷമർദ്ദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവ സഹസ്രചണ്ഡിക യാഗത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വാർത്തകൾ വിശദമായി. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ അവശ്യ സർവീസായി മാറിയ ബാറ്ററി മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണമെന്നും ടാക്സ് കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിത്യവും ഗതാഗത തടസ്സവും അപകടവും നടക്കുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ബാറ്ററി ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാനും ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു ഒത്തൊരുമ ഇവിടെ കാണുമ്പോൾ ഈ രീതിയിൽ ഇതിന് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിനും ഇവിടുത്തെ ഈ ഒരു BDA ടീമിനും വേണ്ടിയിട്ട് നല്ലൊരു ക്ലാപ്പ് തന്നെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പോരാ, ശബ്ദം പോരാ, ഒന്നുകൂടെ ഓക്കെ. ഇപ്പൊ നമുക്കൊരു എനർജി വന്നില്ലേ? ഈ എനർജി എന്നും നിലനിർത്താനും ഇതേപോലെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും പരസ്പരം പങ്കുവെക്കാനും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തളരുമ്പോൾ താങ്ങി നിർത്താൻ വേണ്ടി ഈ സംഘടന എന്നും പ്രയോജനപ്പെടുത്തണം. ജില്ലാ പ്രസിഡന്റ് KV ദിനേശൻ അധ്യക്ഷനായി. AAWK ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ അഷ്റഫ് വിരാളി, വൈസ് പ്രസിഡന്റ് KU കലാധരൻ, ജോയിന്റ് സെക്രട്ടറി ലിജുരാജ്, സ്വാഗത സംഘം ചെയർമാൻ VP ഗോപാലകൃഷ്ണൻ, കൺവീനർ AV വാമനൻ, ജില്ലാ സെക്രട്ടറിമാരായ M പ്രദീപ്, K മധു എന്നിവർ സംസാരിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്ത ബാറ്ററി മേഖലയിൽ പ്രവർത്തിക്കുന്ന R സത്യഭാമയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളായി KV ദിനേശിനെ പ്രസിഡന്റായും VP ഗോപാലകൃഷ്ണൻ നായരെ വൈസ് പ്രസിഡന്റായും K മധുവിനെ ജനറൽ സെക്രട്ടറിയായും M പ്രദീപ്, വിജയൻ നായർ വെള്ളരിക്കുണ്ട്, രാജേഷ് ഉദുമ, സത്താർ കാസർഗോഡ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും V ബാബുവിനെ IT സെക്രട്ടറിയായും AV വാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 1 ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി അടച്ചിട്ടത്. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി തുടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ 1 ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി അടച്ചത്. 1 മാസത്തോളം പണി തുടങ്ങാതെ ബസ് സ്റ്റാൻഡ് വെറുതെയിട്ട ശേഷമാണ് കഴിഞ്ഞ ദിവസം പണി ആരംഭിച്ചത്. ബസ് സ്റ്റാൻഡ് അടച്ചതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ബസ് സ്റ്റാൻഡ് വിഷു ആഘോഷ സമയത്ത് അടച്ചിട്ടതിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഗതാഗതക്കുരുക്കിന് മാറ്റമില്ലാതെ വന്നതോടെ നഗരസഭ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പണി വേഗത്തിൽ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃശൂർ പൂരത്തിലെ ഇളഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യം അറിയിച്ച് മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ആദ്യമായാണ് മേളക്കാരിൽ ഒരാൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇടം പിടിക്കുന്നത്.
കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മേളമായാണ് തൃശൂർ പൂരത്തിലെ പാറമേക്കാവിലെ ഇലഞ്ഞിത്തറ മേളം അറിയപ്പെടുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിൽ 5ാം സ്ഥാനക്കാരനായിട്ടാണ് മടിയൻ രാധാകൃഷ്ണ മാരാർ അണിനിരക്കുന്നത്. വർഷങ്ങളായി മേളത്തിൽ പിൻനിരയിൽ നിന്നും കൊട്ടിക്കയറിയാണ് മുൻനിരയിൽ ഇടം പിടിക്കാറു പതിവ്. എന്നാൽ മടിയൻ രാധാകൃഷ്ണൻ മാരാരെ നേരിട്ടാണ് മുൻനിരയിൽ 5ാം സ്ഥാനക്കാരനായി ഇടം നൽകിയത്. വാദ്യകലാരംഗത്ത് തന്റേതായ കഴിവ് തെളിയിച്ച ഈ കലാകാരനുള്ള വലിയ ബഹുമതിയാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. വാദ്യകലയ്ക്ക് ആദ്യമായി ലിപി തയ്യാറാക്കിയ മടിയൻ രാധാകൃഷ്ണ മാരാർ തായമ്പകയിൽ സമ്പ്രദായ ശൈലി അടയാളപ്പെടുത്തുന്ന കലാകാരനാണ്. കൂടാതെ തായമ്പകയിൽ രൂപം കൊടുത്തതും മടിയൻ രാധാകൃഷ്ണ മാരാറാണ്. ഇദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ പട്ടും വളയും സമ്മാനിച്ചിരുന്നു. ഉടുപ്പി പേജാവർ മഠത്തിൽ നിന്നും പഞ്ചവാദ്യ പഞ്ചാനൻ എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലും ഇദ്ദേഹത്തിന് ചെണ്ടയിൽ തന്റെ കരവിരുത് പ്രകടമാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രഗത്ഭ ശിഷ്യ സമ്പത്തിനും ഉടമ കൂടിയാണ് മടിയൻ രാധാകൃഷ്ണൻ മാരാർ. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ മുൻ ഭാരവാഹി കൂടിയാണ് വാദ്യകലയിൽ തിളങ്ങി നിൽക്കുന്ന മടിയൻ രാധാകൃഷ്ണ മാരാർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ആഞ്ഞടിച്ചു മലബാറിലെ പ്രമുഖമായ ആക്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ. തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലയിലെ നിരവധി അനധികൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളുടെ സംഘാടനത്തിലും ചടങ്ങുകളിലും DFA ഭാരവാഹികൾ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതമാണ് ആക്മി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് കേരള ഫുട്ബോൾ ക്ലബ്ബ് പരാതി നൽകിയതായും അവർ അറിയിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിന് അവസരം നൽകുന്നതിനാണ് കഴിഞ്ഞ വർഷത്തെ DFA ലീഗ് ടൂർണമെന്റ് ജൂൺ മാസത്തിലേക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ K. വീരമണിയും സെക്രട്ടറി TKM റഫീഖും ഷെഡ്യൂൾ മാറ്റി നീട്ടിയതെന്നും ഇവർ ആരോപിച്ചു. KFA അംഗീകൃത ഫുട്ബോൾ അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹികളായ DFAയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അനധികൃത ഫുട്ബോൾ സംഘടനയ്ക്കായി ഇരട്ടവേഷം അണിയുകയാണെന്നും ആക്മി ക്ലബ്ബ് ആരോപിക്കുന്നു. ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെ 3000 രൂപ സംഭാവനയായി ഈ വിദ്യാർത്ഥികളായ കളിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇവര് ഈ കളിക്കാരെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കളിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു. കുറേ കളികൾ, അതിലൊരു കളിക്കാരൻ ഈ സസ്പെൻഷൻ അത് നമ്മുടെ ക്ലബിന്റെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായാണ് KFA അധികൃതർ ഇവരോട് നിർബന്ധിച്ചിട്ട് ഇവരെങ്ങനെ വഴങ്ങുന്നില്ല കുട്ടികളെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി. അവരുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായുമാണ് ഇവരത് പിൻവലിച്ചത്. അന്നേരം പിൻവലിച്ചത് കൊണ്ട് ഇതിലെ ഒരു കളിക്കാരന് ഇന്ത്യൻ ടീമിൽ ബീച്ച് ഫുട്ബോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. DFA പ്രസിഡന്റിനെ ചെറുവത്തൂരിലെ സ്വന്തം ക്ലബിനെതിരെ കളിക്കുന്ന ടീമുകൾക്കും കളിക്കാർക്കുമെതിരെ നിസ്സാര കാര്യങ്ങൾ ഉണ്ടാക്കി സസ്പെൻഷൻ നടപടികൾ എടുത്ത് വിജയമുണ്ടാക്കാൻ ശ്രമം നടത്തുകയാണെന്നും കഴിഞ്ഞ വർഷം ഉദുമയിലെ ബാജിയോ ഫാൻസ് ടീമിനെതിരെയും ഇത്തവണ തൃക്കരിപ്പൂർ ആക്മി ക്ലബിനെതിരെയും എടുത്ത നടപടികൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. ആക്മി ക്ലബിലെ സൈൻ ചെയ്ത 22 കളിക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്ത് 6 മാസം കഴിഞ്ഞ് പിൻവലിക്കാൻ ഓരോ കളിക്കാരനും 3000 രൂപ വീതം DFAക്ക് നിർബന്ധ പിരിവ് നൽകേണ്ട ഗതികേട് ഉണ്ടായത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് ഉപദേശക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട്, സെക്രട്ടറി C. ഷൌക്കത്ത് അലി, വൈസ് പ്രസിഡന്റുമാരായ AGC അസീസ്, വളപട്ടണം റഷീദ്, ജോയിന്റ് സെക്രട്ടറി T. ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളാമെന്ന് കരുതി ഇനി വരുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വാർഡുകളിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. നിലവിൽ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിട്ടുള്ളത്. ടൗണിലെ ഉർസുലൈൻ കോൺവെന്റ് പരിസരം, കഞ്ചിയിൽ തോട്,
4-ാം വാർഡിലെ ഈയക്കാട് പാലം, ആയിറ്റി തീരദേശ റോഡ്, ഉടുമ്പുന്തല മൊത്തക്കടവ്, വൾവക്കാട് തട്ടിൽ റോഡ് എന്നിവിടങ്ങളിലാണ് ഇതിനകം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഉപയോഗിക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ നിന്നും 6,30,000 രൂപയും തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 2,70,000 രൂപയും ചേർത്ത് 9 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഓരോ ക്യാമറ യൂണിറ്റിനും 1.5 ലക്ഷം രൂപ ചിലവാണുള്ളത്. മാലിന്യം തള്ളുന്നതുൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ നടപടികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതിന് തയ്യാറെടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡിഫൻലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാത്തരം ഭിന്നശേഷി മനുഷ്യ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം 10 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 9:30 എ അബ്ദുറഹിമാൻ പതാക ഉയർത്തും. 10 മണിക്ക് കലക്ടർ മാഹിൻ ഹാജിയുടെ അധ്യക്ഷതയിൽ CT അഹമ്മദ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കൾ, DAPL സംസ്ഥാന ജില്ലാ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും. RPWD നിയമത്തെക്കുറിച്ച് അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസർ വാഫി ക്ലാസ് എടുക്കും. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർ ഷാൻ തലശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളും കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഗാനവിരുന്നുമുണ്ടായിരിക്കും. പരിപാടി വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. DAPL എന്ന ഒരു സംഘടന മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന മെയ് 10 കാസർഗോഡ് മുനിസിപ്പൽ ഹാളിലാണ് നടക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ MK മുനീർ സാഹിബ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വളരെ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഗുണം നമ്മുടെ ഈ നാടിലും ഈ ജില്ലയിലും കുറേ ആളുകൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സർക്കാർ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവിധ സഹകരണവും നടക്കുകയാണ്. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് സംസ്ഥാന സമിതി അംഗവും DAPL ജില്ലാ സമ്മേളന സ്വാഗത സംഘം ട്രഷററുമായ PM മുനീർ ഹാജി കമ്പാർ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ VP ഖാദർ, DAPL സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ബേവി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ഹനീഫ മൗലവി കുമ്പള, കാസർഗോഡ് മണ്ഡലം നിരീക്ഷകൻ നാസർ ചെർക്കളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ശക്തിനഗർ രവളനാഥ അമ്മനവറും മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവ സഹസ്ര ചണ്ഡിക യാഗത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. പള്ളിക്കര ശക്തിനഗർ രവളനാഥ അമ്മനവറു മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവ സഹസ്ര ചണ്ഡികായാഗത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വിശ്വപ്രസന്ന തീർത്ഥസ്വാമിജി പേജാവര മഠത്തിന് പൂർണ്ണകുംഭത്തോടെ വരവേൽപ്പ് നൽകി. തുടർന്ന് മഹാപൂജ, സുവാസിനി, കന്യക, ദമ്പതി ആരാധന, പ്രസാദ വിതരണം, അന്നദാനം എന്നിവയും നടന്നു. തുടർന്ന് ലളിതാ സഹസ്രനാമാർച്ചനയും മഹാപൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ കൂട്ടയോട്ടം നടത്തി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും തളങ്കരയിലെ മുനിസിപ്പൽ പാർക്ക് വരെയാണ് കൂട്ടയോട്ടം നടത്തിയത്. കാസർഗോഡ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൂട്ടയോട്ടം ശ്രദ്ധേയമായി. തളങ്കരയിലെ വാമോസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരം മുതൽ തളങ്കരയിലെ മുനിസിപ്പൽ പാർക്ക് വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു.
നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി രാജേഷ് കുമാർ എൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബേക്കൽ കോസ്റ്റൽ SHO യൂസഫ് നടുത്തറമ്മൽ, വാസ് തലങ്കര പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി, വാമോസ് തലങ്കര മുൻ ചെയർമാൻ VM മുനീർ, തലങ്കര ദേശം വാട്സാപ്പ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഹസൻ പതിക്കുന്നിൽ, ആസ്ക് തലങ്കര സെക്രട്ടറി ഷിഹാബ് ഊത്ത്, CNN കുന്നിൽ തലങ്കര മെമ്പർ മൊയ്തീൻ PV, GM VHSS തലങ്കര NSS യൂണിറ്റ് പ്രതിനിധി അബൂബക്കർ കുഞ്ഞി മാസ്റ്റർ, തക്കീറത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പ്രതിനിധി ഷമീർ മാസ്റ്റർ, തലങ്കര പടിഞ്ഞാർ GLP സ്കൂൾ പ്രസിഡന്റ് ഫൈസൽ പടിഞ്ഞാറ്, ഷഫീഖ് തെരുവത്ത്, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മമത ശത്രുരാജ്യങ്ങളോടെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. BJP ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K സുരേന്ദ്രൻ. വരും ദിവസങ്ങളിൽ പാക് പൗരന്മാരെ കേരളത്തിൽ നിന്നും ഒഴിവാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പാകിസ്ഥാൻ സ്വദേശികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ശത്രു രാജ്യങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയോടാണ് CPMന് പ്രതിബദ്ധത. ഏപ്രിൽ 29 കേരളത്തിലുള്ള 150-ൽ പരം പാകിസ്ഥാനികളിൽ 145 പേർ ഭാരതം വിട്ടിരിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനോട് തികഞ്ഞ അലംഭാവത്തോടെയാണ് കേരളം പ്രതികരിച്ചത്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നും തിരിച്ചുപോയത്. വരും ദിവസങ്ങളിൽ പാക് പൗരന്മാരെ കേരളത്തിൽ നിന്നും ഒഴിവാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയന്റെ കാര്യവും അത് തന്നെയാണ്. ഈ രാജ്യത്തെക്കാൾ കൂറ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ കാലത്തും ശത്രു രാജ്യങ്ങളോടാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം ചൈനയെ സഹായിക്കുക, ചൈനയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതുവഴി കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുക. ഇതാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ തുടരുന്നത്. CPMന്റെ നിലപാട് ഈ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ വളർത്തുന്ന നിലപാടാണ്. വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പാകിസ്ഥാൻ കവലയുണ്ടോ? നമ്മുടെ കേരളത്തിലുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു സ്കൂളിന് പേരിടാൻ തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാം ബഹളമാണ്. പക്ഷെ മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഇവിടെ റോഡുകളുണ്ട്, പാകിസ്ഥാൻ കവലകളുണ്ട്, പാകിസ്ഥാൻ മുക്കുകളുണ്ട്. പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ താലോലിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത്, V രവീന്ദ്രൻ, V ബാലകൃഷ്ണ ഷെട്ടി, രവീശതന്ത്രി കുണ്ടാർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, PR സുനിൽ, KK നാരായണൻ, മനുലാൽ മേലത്ത്, N ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം നടന്നു. കാസർഗോഡ് സഹകരണ ബാങ്ക് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കേരള കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K നീലകണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആത്മാർത്ഥമായ പ്രവർത്തന മികവുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നമുക്ക് അർഹതപ്പെട്ട വേതനം ലഭ്യമാകുന്നത് നമുക്ക് അവകാശമാണ്. ആ വേതനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നിങ്ങൾ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ വെച്ചു. പക്ഷേ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ സംഘടനാ നേതാക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ സംഘടനാ നേതാക്കളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ അതൊരു ചർച്ചയെ നടത്താതെ അങ്ങോട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചയില്ല. അതൊന്നും ഒരിക്കലും ശരിയല്ല. ഒരു കമ്മീഷൻ വെക്കുമ്പോൾ ആ കമ്മീഷൻ ഇതിന്റെ എല്ലാ തട്ടുകളിലും എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രൂപത്തിൽ ഇതിന്റെ വർധന ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തീരുമാനിച്ച ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
താലൂക്ക് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വി മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും ഇ പത്മാക്ഷൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം എം കുഞ്ഞിരാമൻ നായർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി വി നാരായണൻ, മോഹനൻ, എം സി നാരായണിക്കുട്ടി, കൃഷ്ണൻ മണിയാണി, കെ ബാലകൃഷ്ണൻ, പി കുഞ്ഞിരാമൻ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി ഇ പത്മാക്ഷൻ സ്വാഗതം പറഞ്ഞു. മാറ്റിവെച്ച DA കുടിശ്ശിക അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എം കുഞ്ഞിരാമൻ നായർ, പി വിജയൻ, എ രവീന്ദ്രൻ എന്നിവരെ ജില്ലാ കൗൺസിലർമാരായി തിരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ ബാലകൃഷ്ണനെയും വൈസ് പ്രസിഡന്റായി എം സി നാരായണിക്കുട്ടിയെയും സെക്രട്ടറിയായി ഇ പത്മാക്ഷനെയും ജോയിന്റ് സെക്രട്ടറിയായി NV ബാലനെയും ഖജാൻജിയായി N അമ്പാടിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനമൈത്രി പോലീസും തളങ്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന ഉദ്ഘാടനം ചെയ്തു. തായലങ്ങാടി മദ്രസത്തുദ്ദീനിയ ഹാളിലാണ് ജനമൈത്രി പോലീസിന്റെയും തളങ്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ശത്രുവാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഒക്കെ തകർക്കാൻ തരുന്ന രാജ്യങ്ങൾ അത് ഏതായാലും ആ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ശത്രു നമ്മുടെ ഓരോരുത്തരുടെയും ശത്രുവാണ്. ആ ശത്രു പോലെ തന്നെയാണ് ഇന്നിപ്പോൾ വേറൊരു ശത്രു നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശത്രുവിനെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളെ നാട്ടിൽ നിന്ന് ലഹരി ഇല്ലാതാക്കണമെങ്കിൽ ആദ്യമായി നിങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ ലഹരി വിൽപ്പന നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഈ ലഹരി ഉപയോഗിക്കാൻ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുന്ന ഇടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങളെ ആദ്യമായി ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മുടെ ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കർത്തവ്യം. മാലിക് ദിനാർ ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി ആമുഖ പ്രസംഗം നടത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, നിങ്ങൾ കള്ള് കുടിക്കരുത്. ഫഇന്നഹാ ലാ തജ്തമിഉ ഹിയ വൽ ഈമാനു അബദ. ലഹരിയും ഈമാനും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടൂല. ലഹരി ഉള്ളിലേക്ക് കടന്നാൽ മനുഷ്യന്റെ വിശ്വാസം പുറത്തു പോകും. വിശ്വാസമുള്ളവന്റെ ഉള്ളിലേക്ക് ലഹരി പ്രവേശിക്കുകയില്ല. ഏറ്റവും വലിയ ഒരു താക്കീതാണ്. എക്സൈസ് ഓഫീസർ ജനാർദ്ദന ലഹരിക്കെതിരെയുള്ള ക്ലാസ് എടുത്തു. കാസർഗോഡ് SI ശശിധരൻ, ജനമൈത്രി ഓഫീസർ സന്തോഷ് K എന്നിവർ സംസാരിച്ചു. മദ്രസ മാനേജ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുല്ല ഗോവ, തായിലങ്ങാടി കിളർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ബായിക്കര, മുനിസിപ്പൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, തായിലങ്ങാടി വാർഡ് കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി, ജമിയത്തുൽ മുഅല്ലിമീൻ തളങ്കര റേഞ്ച് സെക്രട്ടറി അഷഫ് മർദള, സിയാദ് തെരുവത്ത്, ഹനീഫ് പള്ളിക്കാൽ, അബ്ദുല്ല പടിഞ്ഞാർ, മൊയ്തീൻ പള്ളിക്കാൽ, മാലിക് ദിനാർ അക്കാദമി പ്രിൻസിപ്പൽ അബ്ദുൽ ഭാരി എന്നിവർ സംബന്ധിച്ചു. ജാമിയത്തുൽ മുഅല്ലിമീൻ തളങ്കര റേഞ്ച് പ്രസിഡന്റ് AP അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. മദ്രസ മാനേജ്മെന്റ് തളങ്കര റേഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ ബാങ്കോട് സ്വാഗതവും ട്രഷറർ വെൽക്കം മുഹമ്മദ് കുഞ്ഞി ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉളിയത്തടുക്കൻ നാഷണൽ നഗർ അൽനൂർ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുഞ്ഞുപാലിങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഉളിയത്തടുക്ക നാഷണൽ നഗർ അൽനൂർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് കുഞ്ഞു ബാല്യങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന ശീർഷകത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മൊബൈലിന് അടിമകളായി ലഹരിയുടെ പിടിയിലമർന്ന് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞു ബാല്യങ്ങളെ അറിവിൻ്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് വഴി നടത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 100ഓളം പേർ പങ്കെടുത്തു. ഉളിയത്തടുക്ക റേഞ്ച് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അസ്നവി ഉദ്ഘാടനം ചെയ്തു. CEO മൻസൂർ അഹമ്മദ് മൗലവി നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ഷഹീർ അഹമ്മദ് അൽ ഫാളിലി ക്ലാസിന് നേതൃത്വം നൽകി. പ്രമുഖ പ്രഭാഷകൻ കബീർ ഹിമമി സഖാഫി കോളിയടുക്ക, മെഹ്മൂദ് ഹനീഫി, ഇസ്മായിൽ അറാഫത്ത് നിസാമി എന്നിവർ സംബന്ധിച്ചു. ചെയർമാൻ മുനീർ അഹമ്മദ് സാദി സ്വാഗതവും അൽ അർഷദി നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരിക്കെതിരെ ജനമൈത്രി DIG കപ്പിന്റെ ഭാഗമായുള്ള പ്രീ മാർച്ച് ഫുട്ബോൾ മത്സരം നടന്നു. കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കര റോയൽ സോക്കർ സെവൻസ് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടന്നത്. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നടക്കുന്ന DIG കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കാഞ്ഞങ്ങാട് പോലീസ് സബ് ഡിവിഷൻ കീഴിലുള്ള ഫുട്ബോൾ മത്സരം കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കര റോയൽ സോക്കർ സെവൻസ് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടിലാണ് നടന്നത്. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇത്ര ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പല വീഡിയോയിലൊക്കെ നിങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്ര ആൾക്കാരെങ്കിലും ഇതിൽ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചാൽ, ഇപ്പോഴൊരു പ്രതിജ്ഞ എടുത്തിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഈ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഈ മത്സരത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ എടുക്കണം. ഞങ്ങൾ ഈ പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കളിക്കളങ്ങളിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ കളി കഴിഞ്ഞിട്ട് ചില നമ്മുടെ കളിക്കാരൊക്കെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതൊരു സത്യമാണ്. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജീവൻ KPV അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, സബ് ഇൻസ്പെക്ടർ അഖിൽ T, ടർഫ് ഗ്രൗണ്ട് ഉടമ PV പത്മനാഭൻ, ഫുട്ബോൾ റഫറി റഷീദ് എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും സിവിൽ പോലീസ് ഓഫീസർ A ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലെ റെഡ് സ്റ്റാർ നെല്ലിക്കാട്ട്, VAAC വാഴ്ന്നൂറടി, നാഷണൽ FC കോട്ടപ്പുറം, FC ബംഗളം, മർച്ചന്റ്സ് യൂത്ത് വിംഗ് നീലേശ്വരം, ഹിറ്റേഴ്സ് എടച്ചാക്കൈ, ABC കാലിക്കടവ്, BT ഗല്ലി ബല്ലാക്കടപ്പുറം എന്നീ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. യുവാക്കളും കുട്ടികളും ലഹരിക്ക് അടിമപ്പെടാതെ ഫുട്ബോൾ അടക്കമുള്ള കായിക വിനോദങ്ങൾ ലഹരിയാക്കണമെന്ന് അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. മത്സരത്തിൽ FC ബംഗളം വിജയിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് കൗണ്ടറിൽ മോഷണ ശ്രമം. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. നഴ്സിംഗ് കൗണ്ടറിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ സമീപത്തെ റൂമിലെ രോഗിയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീയുടെ ബാഗ് കവർന്നാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന്. പടിഞ്ഞാറേക്കര ശ്രീ വിഷ്ണുമൂർത്തി പള്ളിയർ പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഇനി അത് പ്രകാരം അല്ലേ കെട്ടില്ലം എന്നിരിക്കുന്നതായ അനുഭവത്തിന് മാത്രമല്ലേ ഇങ്ങനെ അമൃതകലശം ചിരസേറ്റുവാനുള്ളതായ സംഗതി ഉള്ളൂ അല്ലേ. എൻ്റെ ബ്രാഹ്മണ കുലത്തിന് പോലും സിദ്ധിക്കാത്തതായ അനുഭവങ്ങൾ സിദ്ധിച്ചിരിക്കുന്നതായ കുലങ്ങളാണ്. അതിൻ്റെ മഹിമ കുറക്കാതെയിട്ട് ഇതൊക്കെ ഉള്ള നിലനിന്നോ അതിൻ്റെതായ അനുഭവം ഉണ്ടാക്കി തരാം കേട്ടോ ഇവരോട് തന്നെ. പടിഞ്ഞാറേക്കര ശ്രീ വിഷ്ണുമൂർത്തി പള്ളിയറ പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മയും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്.
ന്യൂസ് ബ്യൂറോ, പനത്തടി. പ്രഗതി വിദ്യാകേന്ദ്രം ഭരതനാട്യം അരങ്ങേറ്റം ശ്രദ്ധേയമായി. പ്രശസ്ത നർത്തകിയും പയ്യന്നൂർ ഭരത കലാഞ്ജലി ഡയറക്ടറുമായ സീതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഭാവരാഗതാളങ്ങൾ നിറഞ്ഞ സായം സന്ധ്യയിൽ നർത്തകിമാർ നിറഞ്ഞാടിയപ്പോൾ ആസ്വാദകരുടെ മനം കുളിർന്നു. നൃത്തവും നാട്യവും നടനവും ഒരുമിച്ച് ചേർന്നപ്പോൾ കാണികൾക്കും അത് പുതുമയുള്ള അനുഭവമായി മാറി. ഭരതനാട്യ കച്ചേരിയിലെ പുഷ്പാഞ്ജലി, അലാരിപ്പ്, ശബ്ദം, കീർത്തനം, തില്ലാന തുടങ്ങിയ ഇനങ്ങൾക്കൊപ്പം മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ആസ്വദിക്കാൻ വൻ ജനാവലിയാണ് രാമനഗരം ശ്രീരാമക്ഷേത്ര പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക നൃത്തമണ്ഡപത്തിലേക്ക് ഒഴുകിയെത്തിയത്. പ്രശസ്ത സംഗീതജ്ഞൻ TP സോമശേഖരന്റെ അധ്യക്ഷതയിൽ നർത്തകിയും പയ്യന്നൂർ ഭരത കലാഞ്ജലി ഡയറക്ടറുമായ സീതാ ശശിധരൻ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലചന്ദ്രൻ പെരിയ, ബാലകൃഷ്ണൻ സേവാഭാരതി, ഗണപതി ഭട്ട്, ജയദേവൻ അണ്ടോൾ എന്നിവർ സംസാരിച്ചു. കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരായ രഘു മാസ്റ്റർ, സന്തോഷ് നാട്യാഞ്ജലി എന്നിവരെയും യുവജനോത്സവ പ്രതിഭകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. M. ജയകുമാർ സ്വാഗതവും P. പവിത്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി അടച്ചിട്ടത്. തൃശൂർ പൂരത്തിലെ ഇളഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യം അറിയിച്ച മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ആദ്യമായാണ് മേളക്കാരിൽ ഒരാൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇടം പിടിക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ആഞ്ഞടിച്ച് മലബാറിലെ പ്രമുഖമായ ആഗ്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ. തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളാമെന്ന് കരുതി ഇനി വരുന്നവർക്ക് പിടിവീഴും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഡിഫറൻലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കര ശക്തിനഗർ റവളനാഥ അമ്മനവറും മഹിഷമർദ്ദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവ സഹസ്രചണ്ഡിക യാഗത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.